കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടി നീ കരയേണ്ടതാ. മെത്തയ്ക്ക് പകരം അളമാ സുബ്ഹാനെ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് ഇൻസാനാം. സമ്പാദ്യ മുതലിൽ 3 വാഹിദാന, അത് മാത്രമല്ല എപ്പോഴും വഹദാനാം. മണ്ണിൻ്റെ തലയാണി നിനക്കതിലുള്ളത്, ഞെരുക്കത്തിനാൽ ഭിത്തിയാണതിലുള്ളത്. ഭിത്തിക്ക് പകരം മണ്ണതിൽ പിരിച്ചിട്ടതാം, സുബ്ഹാന റബ്ബി അരുളിനാൽ പേറ്റുള്ളതാം. അതിനുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ, താക്കോല് ഇസ്രാഫീല് സൂക്ഷിക്കുന്നതാം. സൂറന്ന കഹളം ഒരു ദിനം മുഴങ്ങുന്നതാ, അക്കഹല മാത്രം അതിൽ കിടക്കേണ്ടതാം. ഖുർആൻ ഷരീഫ് അത് വ്യക്തമായി പറയുന്നതാ, സൂറത്ത് യാസീൻ ഒക്കെ അതിൽ കാണുന്നതാ. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവർ കാണുനീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമളമായ മേശാരീരമിൽ, സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാതില്ല റേഷൻ വേണ്ടതുപോലതിലുണ്ട്, ഭൂസിഷ്ടമില്ല തള്ളലാണത് കൊണ്ട്. ഒഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട്, സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2, നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. ചിന്തിച്ച് ചോദിച്ചു കരയൂ സോദര, എന്നാൽ തുറൂറായി നീ കടക്കും മറുകരാം. ഈ ഭവന മുൻഗാമികൾക്കുള്ളത് തന്നെ, അതിലേക്ക് തന്നെ നമ്മളും ചെല്ലുന്നത്. സയ്യിദ് ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ ഒഴുകുന്നതാണ് ഇരു കണ്ണുകളും ക്ഷണം തന്നെ. ചോദിച്ചു എന്താ തങ്ങളെ വല്ലാതെ വിലപിക്കുവാൻ യാ സയ്യദേ വിറ കൊണ്ട്. നരകത്തെ ഓർത്താൽ പോലുമില്ല നമ്മളിൽ, അതിലുപരിയാണോ ഖബർ കണ്ടാൽ നിങ്ങളിൽ. തിരുമുസ്തഫായി പറയുന്നതാ ഞാൻ കേട്ടതാ, പരലോകയാത്രക്കുള്ള വഴി ആദ്യം ഇതാ. ഇതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ, അല്ലാതിരുന്നാൽ എപ്പോഴും നഷ്ടമാ.